വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എനിക്കുപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു? എൻ്റെ ശരീരം. ആ ശരീരത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും വികലമായി ചിന്തിക്കുന്നത്. നമുക്ക് പൊതുവായിട്ട് ശരീരത്തെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മകുടം എന്നാണ് പറയുന്നത്. ശരീരത്തിൻ്റെ ഉയർപ്പ്. വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നു, ശരീരത്തിൻ്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം വിശ്വസിക്കുക എളുപ്പമാണ്. എളുപ്പം എന്നല്ല, ഇപ്പോൾ കർത്താവ് സൃഷ്ടാവാണ്, ഒരു സംശയമില്ല. യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചു, നമുക്ക് സംശയമില്ല. യേശുക്രിസ്തു പീഡ സഹിച്ചു ഉയർത്തു, കണ്ട ആളുകളുണ്ട്. പിന്നെ എന്താ ഇനി വിശ്വസിക്കാനുള്ള അതിനകത്ത്? നമ്മളെ സംബന്ധിച്ച് അതെല്ലാം നമുക്ക് കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം എന്താ? കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റഗിസത്തിൽ 988 ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. ക്രൈസ്തവ വിശ്വാസ പ്രമാണം, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലും ദൈവത്തിൻ്റെ സൃഷ്ടിപരവും രക്ഷാകരവും വിശുദ്ധീകരണാത്മകവുമായ ദൈവത്തിൻ്റെ സൃഷ്ടിപരവും രക്ഷാകരവും വിശുദ്ധീകരണാത്മകവുമായ പ്രവൃത്തിയിലും നമുക്കുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം മരിച്ചവരുടെ അന്ത്യദിനത്തിലെ ഉത്ഥാനത്തിലും നിത്യജീവിതത്തിലുമുള്ള പ്രഖ്യാപനത്തിൽ മകുടമണിയുന്നു. അപ്പോൾ ഈ അവസാനത്തെ ആ സെൻറ്റൻസിലാണ് വിശ്വാസത്തിൻ്റെ മകുടം, ഏറ്റവും ഉച്ചകോടി അനുഭവം. അതിൽ ഉള്ള നമ്മുടെ വിശ്വാസത്തെയാണ് നമ്മൾ ഇനി അല്പസമയം മരണാനന്തര ജീവിതത്തിൽ 8 കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. 8 കാര്യങ്ങൾ. അത് പഠിക്കുന്നതിന് മുമ്പ് ഒരാമുഖമായിട്ട് നമുക്ക് കേൾക്കാം. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവുമതിലേ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ.
വിശുദ്ധർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. അതാണ് ഉയർപ്പ്. ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. ഒന്നുകൂടി, വൺ മോർ ടൈം. വിശുദ്ധർ അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. വിധിയുടെ ദിവസം ചേർന്ന് വേണം. മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെല്ലാവർക്കും ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. അടുത്തത്, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ. പരിശുദ്ധന്മാരെതിരേൽപ്പിടുവൻ നമ്പരമധ്യേ നിരചേരുന്നു. സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ. ഒന്നുകൂടി, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ. പരിശുദ്ധന്മാരെതിരേൽപ്പിനുവൻ നമ്പരമധ്യേ നിരചേരുന്നു. സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ. അടുത്ത്, നിന്റെ അരൂപിയെ അയക്കുക, അവ സൃഷ്ടിക്കപ്പെടും. മിശിഹാനാഥ, പാപികളെല്ലാം നിൻ കൽപ്പനയാൽ ഉദ്ധിതരായി ഇരുളു നിറഞ്ഞോരവനിയിലെങ്ങും തിരുവുദ്ധാനം ദീപ്തി പരത്തി. വൺ മോർ ടൈം. നിന്റെ അരൂപിയെ അയക്കുക, അവ സൃഷ്ടിക്കപ്പെടും. മിശിഹാനാഥ, പാപികളെല്ലാം നിൻ കൽപ്പനയാൽ ഉദ്ധിതരായി ഇരുളു നിറഞ്ഞോരവനിയിലെങ്ങും തിരുവുദ്ധാനം ദീപ്തി പരത്തി. പാപികളെല്ലാം, പാപികൾക്ക് എന്ത് സംഭവിക്കും? അവർ നരകത്തിൽ പോവോ? പാപികളെല്ലാം നരകത്തിൽ പോവോ? എന്തുകൊണ്ട് അവർ നരകത്തിൽ പോവില്ല? മിശിഹാനാഥൻ വന്നത് എന്തിനാണ്? തൻ്റെ ഈ പുതിയ കൽപ്പന നൽകിക്കൊണ്ട്, തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് പാപികളെ രക്ഷിച്ച് തോളിലേറ്റി. ഈ കരുണയുടെ വർഷത്തിൻ്റെ എംബ്ലം നിങ്ങൾ പള്ളിയിൽ കണ്ടിട്ടുണ്ടല്ലോ. എന്താണ് ആ എംബ്ലത്തിൽ കാണുന്നത്? പാപിയെ തോളിലേറ്റിക്കൊണ്ട് പോകുന്ന ഒരു കർത്താവ്. എന്നിട്ട് അവിടെ കണ്ടു, ആ കർത്താവിൻ്റെ കണ്ണും പാപിയുടെ കണ്ണും ഒന്നായി തീർന്നിരിക്കുന്നു. അവിടെ 4 കണ്ണല്ല ഉള്ളത്, 3 കണ്ണേ ഉള്ളൂ. അതൊക്കെ പള്ളി പറഞ്ഞാൽ മതി. അതൊക്കെ ഇങ്ങനെ അവരിങ്ങനെ വരച്ച് വെച്ചേക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പാപിയൊക്കെ സ്വർഗത്തിൽ പോകുന്ന വിചാരിച്ചേക്കണം. ഈ ഒറ്റ കാര്യത്തിലാണ്. ഈ കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ക്രിസ്ത്യാനിയാണോ എന്ന് പറഞ്ഞേ. പിന്നെ ആ വ്യക്തി ക്രിസ്ത്യാനിയാണോ? സിമ്പിൾ. ക്രിസ്തു എന്തിനു വന്നു? സ്വർഗം എന്തിനു തുറന്നു? എന്തിനാ സ്വർഗം? സ്വർഗം ആർക്കുള്ളതാ?
ദൈവമക്കൾക്ക്. ആരാണ് ഈ ദൈവമക്കൾ? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിലൂടെ യേശു തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരാണവർ. വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആരൊക്കെയാണവർ? യേശു ലോകം മുഴുവനുള്ളവരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കണം. അവരെല്ലാവരിലും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിന് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. യേശു കുരിശിൽ ബലി അർപ്പിച്ചപ്പോൾ എല്ലാവർക്കും വരാനിരിക്കുന്ന യുഗാന്ത്യം വരെ ജീവിക്കാനുള്ള എല്ലാവർക്കും തൻ്റെ ആത്മാവിനെ അച്ചാരം ആയി നൽകി. എന്താ അച്ചാരം എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഒരു വസ്തു മേടിക്കാൻ പോയി. ഒരു 50 ലക്ഷം രൂപയാണ് ആ വസ്തുവിന് വില എന്ന് വിചാരിച്ചോ. നമ്മൾ ഉടനെ തന്നെ 50 ലക്ഷം രൂപ പോക്കറ്റിൽ നിന്ന് കൊടുക്കുകയാണോ പതിവ്? ഇല്ല. നമ്മൾ ഒരു എത്ര അച്ചാരം കൊടുക്കും? ഒരു 10,000 രൂപ കൊടുക്കാം. 10,000 രൂപ കൊടുക്കാം. 10,000 രൂപ കൊടുത്ത് അച്ചാരം കൊടുത്ത് ഒരു കരാർ എഴുതിയില്ലേ? ഇനി ആ വസ്തു അയാൾക്ക് വേറെ ആർക്കെങ്കിലും വിൽക്കാൻ പറ്റുമോ? ഇന്ന് പലതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഒരു സാധാരണ മര്യാദ അനുസരിച്ച്, ലോകമെമ്പാടുമുള്ള മര്യാദ അനുസരിച്ച് ഈ വസ്തു വേറെ ആർക്കും വിൽക്കാൻ പാടില്ല. വേറെ ആരും വാങ്ങാനും പാടില്ല. ആർക്ക് മാത്രമേ ഇനി അതിൽ അവകാശമുള്ളൂ? ഈ അച്ചാരം കൊടുത്ത ആൾക്ക്. പക്ഷെ എപ്പോഴാണ് പൂർണ്ണ അവകാശം വരുന്നത്? ഈ അച്ചാരം കൊടുത്ത ആൾ മുഴുവൻ പൈസ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ തീർ നടപ്പാക്കും. അപ്പോൾ കർത്താവ് ഈശോ മിശിഹ ലോകം മുഴുവനുമുള്ള ആളുകൾക്ക് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി എല്ലാവർക്കും തൻ്റെ ആത്മാവിനെ അച്ചാരമായി നൽകിയത്. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ എല്ലാ ആത്മാക്കളെയും താൻ അവർക്ക്, അല്ലെങ്കിൽ ഈ ആത്മാക്കൾക്ക് അപൂർണമായ അനുഭവം കിട്ടിക്കഴിയുമ്പോൾ അവരെല്ലാവരും ദൈവരാജ്യത്തിലാവും. കച്ചവടം പൂർണ്ണമാകും. അപ്പം എല്ലാ ആത്മാക്കൾക്കും അച്ചാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ IS-കാർക്കൊക്കെ അച്ചാരം കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? BJP-ക്കാർ, ശിവസേനക്കാർക്കൊക്കെ അച്ചാരം കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പാപം ചെയ്തത് എന്തുകൊണ്ടാണ്? ആദത്തിൻ്റെ പാപം എല്ലാ മനുഷ്യരുടെയും പാപമാകി പ്രസരിക്കുന്നത് കൊണ്ടാണ്. ആദത്തിൻ്റെ ഒരാളുടെ പാപം എല്ലാ മനുഷ്യരുടെയും പാപമാകുന്നത് കൊണ്ട് ക്രിസ്തുവിൻ്റെ നീതീകരണം, ആദത്തിൻ്റെ പാപത്തിൻ്റെ നീതീകരണം നടത്തുന്നത് എല്ലാവരുടെയും നീതീകരണമായി പരിണമിക്കുന്നു. ഭയങ്കര ഐഡിയാണത്. പെട്ടെന്ന് ചാടല്ലേ? ഇപ്പോൾ അമ്മച്ചി ചോദിച്ചത് ഇതെപ്പോഴും ചോദിക്കണം. അപ്പോൾ നരകമില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത് നരകത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ് ഇപ്പോൾ. ഓക്കെ, സമാധാനം. എന്തെല്ലാമാണ്? 8 കാര്യങ്ങൾ എന്ന് പറഞ്ഞു. നോട്ട് ചെയ്തു. 8 കാര്യം. നോട്ടൊന്നും ചെയ്യണ്ട, എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇത്. 8 കാര്യം എന്തൊക്കെയാണ്? ശരീരത്തിൻ്റെ ഉയർപ്പ്, അതാണ് ആദ്യം പഠിക്കേണ്ടത്. ശരീരം ഉയർക്കണമെങ്കിൽ എന്ത് വേണം? മരിക്കണം. അതാണ് രണ്ടാമത്തത്, മരണം. ശരീരത്തിൻ്റെ ഉയർപ്പ്, മരണം, തനത് വിധി 3, സ്വർഗം 4, ശുദ്ധീകരണ സ്ഥലം 5, നരകം 6, അന്ത്യവിധി 7, പുതിയ ആകാശം പുതിയ ഭൂമി 8. ഈ 8 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ദൃഢമായി നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തെല്ലാമാണ് 8 കാര്യങ്ങൾ? ഒന്നുകൂടി പറയാം. ശരീരത്തിൻ്റെ ഉയർപ്പെന്നാൽ എന്താകുന്നു? മരണം,
തനത് വിധി, സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം, അന്ത്യവിധി, പുതിയ ആകാശം, പുതിയ. ഇത്രയും കാര്യങ്ങൾക്കാണ് നമുക്കെപ്പോഴും സംശയം ഉണ്ടാകാറുള്ള കാര്യങ്ങളാണിത്. ചിലവർ പറയും ഞാൻ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങ് വന്ന് പറയാണെന്ന് പറയും. അവിടെ പോയ ആൾ വന്ന് പറയണത് വിശ്വസിക്കണോ, പോകാത്ത ആൾ പറയണത് വിശ്വസിക്കണോ? ഏതാ കറക്റ്റ്? വിശ്വാസം എന്നാൽ എന്താ? കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള. അപ്പം അവിടെ പോയി വന്ന ആൾ പറയണമെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് കടലാസുകളൊക്കെ ഇപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും സഭയുടെ പ്രബോധനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കത്തോലിക്ക സഭയിലുള്ളവരല്ല. പറയുന്ന ആൾക്കാർ വലിയ വലിയ അച്ഛന്മാരൊക്കെയാണ്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അത് ഈ സഭയുടെ പ്രബോധനവും ഡോഗ്മ എന്ന് പറഞ്ഞാൽ സഭയുടെ ഡോഗ്മയുമായിട്ടെല്ലാം ബന്ധമുണ്ടോ? ഡോഗ്മ എന്ന് പറഞ്ഞാൽ വിശ്വാസ സത്യങ്ങളാണ്. ഒരാൾ വന്ന് ചോദിച്ചു, അതിന് ഒരു ചെറിയ സംശയമുണ്ട്. അപ്പം തന്നെ വിചാരിച്ചു ഭയങ്കര ഒരു മല വരാൻ പോകാണെന്ന്. ചിലവർ വന്നിട്ട് ഒരു ചെറിയ സംശയമുണ്ടെന്ന് പറഞ്ഞു. ചോദിച്ചോ, അല്ല ഈ മാതാവ് പരിശുദ്ധാത്മാവിലൂടെയാണ് ഗർഭിണിയായി എന്നുള്ളതിന് എന്താ പ്രൂഫ്? എന്താ പ്രൂഫ്? ഞാനൊന്ന് അവനെ നോക്കി. ഞാൻ ചോദിച്ചു, നീ ആരാ? നീ മുസൽമാനാണോ ഹിന്ദു ആണോ? എൻ്റെ പേരെന്താ? എൻ്റെ പേര് ഇന്ന് നമുക്ക് വേണമെങ്കിൽ മത്തായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ന് മത്തായി, ഈ മത്തായി അല്ല, എൻ്റെ പേര് മാർട്ടിൻ മത്തായി. അങ്ങനെ എന്തോ. ഞാൻ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ കോർ ഗ്രൂപ്പ് മെമ്പറാണ്. മതിയായില്ലേ? അപ്പം നമ്മളിതിപ്പോൾ അവനെ കളിയാക്കി പറയണമല്ല, അവൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്. അവനത് മനസ്സിലാകണില്ല. ഞാൻ പറഞ്ഞു, എനിക്കും ഇത് മനസ്സിലായിട്ടൊന്നുമില്ല. നീ ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് കാര്യവുമില്ല. മറിച്ച് എന്ത് ചെയ്യണം? വിശ്വാസം എന്നത് മനസ്സിലായിട്ടല്ല വിശ്വസിക്കുന്നത്. എനിക്ക് ചെറുപ്പം മുതലേ ഇതിൽ നല്ല വിശ്വാസമായിരുന്നു. മാതാവ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയവുമില്ല. സംശയമുണ്ടോ? അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. സംശയമില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം എന്ന ദാനം ലഭിച്ചു എന്നർത്ഥം. ദാനമായിട്ടത് ലഭിച്ചു ആ വിശ്വാസം. അതെങ്ങനെയൊന്ന് പ്രൂവ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഒരാൾക്കും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോൻ, പരിശുദ്ധാത്മാവേ എനിക്ക് വിശ്വാസം, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എൻ്റെ വിശ്വാസം എന്ന ദാനം അതാണ്. അപ്പോൾ വിശ്വാസം എന്നത് മാതാവ് ഗർഭിണിയാണോ എന്ന് ഗൈനക്കോളജിസ്റ്റ് നോക്കി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഒരാൾ റിപ്പോർട്ട് ചെയ്യണതല്ല. മാതാവ് പരിശുദ്ധാത്മാവിലൂടെയാണോ ഗർഭിണിയായത്? അതെങ്ങനെയാണ് പരിശുദ്ധാത്മാവിലൂടെ ഗൈനക്കോളജിക്കലായിട്ട് ഇതെങ്ങനെ ശരിയാവണേ? ബയോളജിക്കലായിട്ട് ഇതെങ്ങനെ ശരിയാവണേ? ഇപ്പം നമ്മൾ പഠിക്കുന്ന സയൻസ് കൂടുതൽ പഠിച്ചാലുള്ള ദൂഷ്യത. കൂടുതൽ സയൻസ് പഠിച്ചു കഴിയുമ്പോൾ അവർ പറയും, അപ്പോൾ ഞങ്ങൾ പഠിക്കുന്നത് മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് രൂപാന്തരപ്പെട്ട് വന്നതെന്നാണല്ലോ. അപ്പോൾ അത് തെറ്റാണ്. അത് തെറ്റാണ്. അതെങ്ങനെ തെറ്റാവണേ? അതിന് പ്രൂഫുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഓക്കെ, കുരങ്ങിൽ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ കുരങ്ങ് ഒരു വ്യക്തിയാണോ? ഒരു വ്യക്തിയാണോ? മനുഷ്യനൊരു വ്യക്തിയാണോ? ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു എന്നാണ് വിശ്വാസത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. എന്താണ് ആ ഛായ എന്ന് പറഞ്ഞാൽ? എന്താണ് ആ ഛായ? ഛായ എന്ന് പറഞ്ഞാൽ എന്താ? ഛായ എന്ന് പറഞ്ഞാൽ വ്യക്തിയാണ്. ആള് നമ്മൾ പറയില്ലേ, എൻ്റെ ആള് ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല, എൻ്റെ ആള് എന്ന് പറഞ്ഞാൽ ആള് എന്ന വാക്ക് എവിടെ നിന്നുണ്ടായി? ദൈവം ഏകനാണ് എങ്കിലും ആ ഏകദൈവത്തിൽ 3 ആളുകളുണ്ട്, 3 വ്യക്തികളുണ്ട്.
ആ വ്യക്തിയുടെ സാദൃശ്യത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ആ ആളത്വം, ആ വ്യക്തിത്വം മനുഷ്യന് നൽകിയത് കൊണ്ടാണ് മനുഷ്യനും ദൈവവുമായിട്ട് ഇതുപോലെ ബന്ധപ്പെടാൻ സാധിക്കുന്നത്. ആദത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഹവ്വയെ സൃഷ്ടിച്ചത്. ആദത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, ഈ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്ന സകല സൃഷ്ടിയും നിനക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് നീ പേരിട്. അങ്ങനെ ആദം വലിയ ഗമയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും ഫാഷൻ പരേഡ് മാതിരി ഇങ്ങനെ പോവുകയാണ്. പട്ടി, അതിൻ്റെ പേര് പട്ടി. പൂച്ച, അതിൻ്റെ പേര് പൂച്ച. കുരങ്ങ്, ഇങ്ങനെ ഓരോരുത്തരും. എനിക്ക് തോന്നുന്നത് അവരോരോരുത്തരും പോയപ്പോൾ ഇണയായിട്ടാണ് പോയെന്നാണ് തോന്നണേ. സാധ്യത അതല്ലേ? ഇണയായിട്ട് പോകുമ്പോൾ അവരെങ്ങനെ പോകുമെന്ന് ആലോചിച്ച് നോക്കിയേ ഇല്ലേ? ഇണയായിട്ട് പോകുമ്പോൾ അവർ ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ചൊക്കെയാണ് പോണത്. ഇതൊക്കെ അങ്ങ് കണ്ടിട്ട് ആദത്തിന് ഭയങ്കര പ്രലോഭനം. അവിടെ എഴുതിയിരിക്കണത് എന്താ അവിടെ എഴുതിയിരിക്കണത്? ആദം അവർക്കെല്ലാം പേരിട്ടു, എന്നാൽ തനിക്ക് ഇണങ്ങിയ ഒരു ഇണയെ അവൻ അതിലൊന്നും കണ്ടില്ല. അപ്പം ഈ ആദമപ്പാപ്പൻ്റെ നോട്ടം എവിടെയായിരുന്നു നോക്കി? നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോഴിങ്ങനെ നോക്കിയിട്ടുള്ളതാണല്ലേ നമുക്ക് പറ്റിയ ഒരിണ. 10ാം ക്ലാസ്സിലൊക്കെ വന്നപ്പോഴേക്കും അത് സ്ട്രോങ് ആയി. അത് മനുഷ്യ സഹജമായ ഒരു കാര്യം. എല്ലാ ജീവജാലങ്ങളും ഇണയായിട്ട് പോണു. അപ്പോൾ അവിടെ എന്തിനാണ് അങ്ങനെ ഒരു വചനം വന്നിരിക്കുന്നത്? അവന് പറ്റിയ ഇണയെ ഈ മൃഗങ്ങളിലൊന്നും കണ്ടില്ല. എന്തുകൊണ്ട് കണ്ടില്ല? ആദത്തെ പോലെ വ്യക്തിത്വമുള്ള മറ്റൊരു ജീവി അല്ലെങ്കിൽ മറ്റൊരു സൃഷ്ടി ഇല്ല, അതുകൊണ്ട് കണ്ടില്ല. അപ്പം അതൊക്കെ അവിടെ എഴുതിയിരിക്കുന്നതിൽ ഭയങ്കര രഹസ്യങ്ങളാണ്. ഈ ഉൽപ്പത്തി പുസ്തകവും വെളിപാട് പുസ്തകവും വളരെ വളരെ സൂക്ഷിച്ച് വായിക്കണം. അതിനകത്ത് ഓരോ വാക്കിനും നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമൊന്നും അല്ല അതിന്. നമ്മളതിനെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു. തനിക്ക് യോജിച്ചൊരു ഇണയെ കണ്ടില്ല. പാവം ഭയങ്കര വേദനിച്ചാണ് അന്ന് രാത്രി കിടന്നുറങ്ങിയത്. അന്ന് രാത്രി കർത്താവ് അവന് അനസ്തേഷ്യ കൊടുത്തു. അങ്ങനെയാണ് അനസ്തേഷ്യ എന്ന് പറഞ്ഞുണ്ടായത്. മനസ്സിലായോ? അനസ്തേഷ്യ കണ്ടുപിടിക്കാൻ കാരണമായത് ഇതിൽ നിന്നാണെന്ന് അവർ അനസ്തേഷ്യ കൊടുത്തു. അവൻ അറിയാതെ ഒരു ഓപ്പറേഷൻ നടത്തി അവൻ്റെ ഒരു വാരിയെല്ലെടുത്ത് ഇതാ അവയസിച്ചു. എനിവേ, അപ്പോൾ അവിടുത്തെ അടുത്ത പോയിന്റ് ഇതാണ്, തൻ്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ചു. പക്ഷെ ഞാൻ ഉയർപ്പിനെ കുറിച്ച് പറയാനാണ് വന്നത്, കണ്ടോ? എന്നാലും ഇതറിയണ്ടേ? ദൈവം തൻ്റെ സാദൃശ്യത്തിലും ഛായയിലും സാദൃശ്യത്തിലും. ഛായ എന്നത് വ്യക്തിത്വം. സാദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ പോലെ തന്നെ. എന്താ ദൈവം? എങ്ങനെയാ? ദൈവം ആത്മാവാണ്. ദൈവം അനന്തനാണ്, അനശ്വരനാണ്. അപ്പോൾ ദൈവം തൻ്റെ അനശ്വരതയാൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ അനശ്വരത മനുഷ്യന് നൽകി. അതാണ് ദൈവത്തിൻ്റെ അനശ്വരത മനുഷ്യന് നൽകി. ജ്ഞാനം അധ്യായം 2:23 പിന്നെ വായിച്ചാൽ മതി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്തിന് നൽകി? 1, ദൈവത്തിൻ്റെ ഛായ, വ്യക്തിത്വം നൽകി. 2, ദൈവത്തിൻ്റെ അനശ്വരതയും ആത്മീയതയും നൽകി. CCC 1703 തോന്നുന്നു. 1703 പറയുന്നത് അനശ്വരത 1703 ആത്മീകവും അമർത്യവുമായ ആത്മാവുള്ള മനുഷ്യ വ്യക്തിയാണ് ഭൂമിയിൽ അതിനു വേണ്ടി തന്നെ ദൈവം ആഗ്രഹിച്ച ഏക സൃഷ്ടി
ആത്മീകവും അമർത്യവുമായ. അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അവനെ അനന്തതയിലേക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ഏതായാലും അതങ്ങ് വായിച്ചോ. ജ്ഞാനം 2:23. ജ്ഞാനം 2:23. ജ്ഞാനം 2:23. വായിച്ചു കുറക്കെ. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. ഓക്കെ, അപ്പോൾ മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയേണ്ടി വരികയാണ്. നമ്മളുടെ നാട്ടിൽ നമ്മളൊന്നും അധികം പറഞ്ഞു കേട്ടിട്ടില്ല, എങ്കിലും സാധാരണ പറയാം, ഇനിയൊരു ജന്മം ഉണ്ടാകുകയാണെങ്കിൽ ഇതേമാതിരി ഞാൻ ജനിക്കില്ലേ കർത്താവേ, അല്ലെങ്കിൽ ഇനിയൊരു ജന്മം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ 6 ജന്മം 7 ജന്മം, ഇങ്ങനെയൊക്കെ ചില വാക്കുകൾ കേൾക്കാറുണ്ട്. അതാണ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവർ. യൂറോപ്പിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചിലവർ ഒരു ഫാഷനാണ്, യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെയുള്ള ചില ആശ്രമങ്ങളിൽ ജീവിച്ച് ചെരുപ്പൊന്നുമില്ലാണ്ട് കായ് വസ്ത്രമൊക്കെ കൊടുത്ത് കൊട്ടും കുറിയൊക്കെ ഇട്ട് നടന്ന് ഒരു ചപ്പളാങ്കട്ടയുമായിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ അവരോടൊപ്പം ഇങ്ങനെ ജീവിക്കും. എന്നിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസാനം അതിൽ നിന്നൊരു അതിൻ്റെ വിരസത ആയി കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് യൂറോപ്പിലേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള പലരും നമ്മുടെ ധ്യാനത്തിൽ വരും. ധ്യാനത്തിൽ വരാൻ കാരണം ഒരു ഇന്ത്യൻ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഗുരു ആയിരിക്കും എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പം അന്ന് ക്ലാസ്സൊക്കെ കേട്ടപ്പോൾ എടാ, ഇത് നമ്മൾ ഉദ്ദേശിച്ച ഇന്ത്യൻ ഗുരു അല്ലല്ലോ, ഇത് വേറെ ഒരു ഗുരുവാണ്. പക്ഷേ അവർക്ക് ആ ഹാളിൽ അങ്ങ് കയറി കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ നിന്ന് പിന്നെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. ഒരു പെണ്ണ് പറയാണ്, ഞാൻ ഒരു ഇന്ത്യൻ ഗുരുവാണെന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ തെറ്റായ സ്ഥലത്താണ് വന്നത്. എന്നാൽ ഞാൻ പോകാമെന്ന് വിചാരിച്ചപ്പോൾ തോന്നി ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് പോകാൻ തോന്നി, പിന്നെ തോന്നി വീണ്ടും ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറായി, എനിക്ക് പോകാൻ പറ്റണില്ല. അപ്പോൾ ഇൻ്റർവെല്ലിനായപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഇതൊക്കെ പറയാൻ. ഞാൻ 10 വർഷം ഇന്ത്യയിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഗുരുക്കളുടെ കൂടെ ആശ്രമത്തിലായിരുന്നു. നല്ല കാര്യം, നിങ്ങളുടെ നാട് എത്ര സുന്ദരമാണ്. അതൊക്കെ അതുകൊണ്ട് പറയണേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഇന്നതായിരുന്നു, ഇപ്പം ഇന്നതാണ്, ഇനി വരാനിരിക്കുന്ന ജന്മത്തിൽ എലിയോ പൂച്ചയോ പട്ടിയോ ഒക്കെ ആകുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പത്ത് വർഷം കൊണ്ട് ഇതാണ് മനസ്സിലായത് അവൾക്ക്. ഞാൻ പറഞ്ഞു, നിൻ്റെ പേരെന്താ? അപ്പോൾ ക്രിസ്ത്യൻ പേരുകളാണ്, മഗ്ദലേന, ക്രിസ്റ്റീന, മാർഗരിറ്റ, ഇതൊക്കെയാണ്. നീ ജ്ഞാനസ്നാനം സ്വീകരിച്ചു? പിന്നെ നീ ചെറുപ്പത്തിൽ കുറച്ചൊക്കെ ബൈബിളോ കാറ്റഗിസോ ഒക്കെ പിന്നെ ഞാൻ കത്തോലിക്ക സ്കൂളിലാണ് പഠിച്ചതൊക്കെ. എന്താ നീ വിശ്വാസത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്? ദൈവം നിന്നെ എന്തായിട്ട് സൃഷ്ടിച്ചു? അതൊന്നും ഇപ്പം എനിക്കൊരു ഓർമ്മയില്ല. ഓക്കെ, എന്നാൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഓർക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്തെന്നാ? അതിൻ്റെ അർത്ഥം നിനക്കറിയാഞ്ഞത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. മനസ്സിലായോ? ഈ ഒറ്റ വാക്കിൻ്റെ അർത്ഥം നിനക്കറിയാഞ്ഞത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവത്തിൻ്റെ ഛായ എന്നത് ദൈവത്തിൻ്റെ വ്യക്തിത്വമാണ്. ദൈവത്തിൻ്റെ സാദൃശ്യം എന്നത് ആത്മീയവും അനശ്വരതയുമാണ്. ദൈവം ദൈവത്തെ പോലെ അനശ്വരനായിട്ടാണ് നിന്നെ സൃഷ്ടിച്ചത്. ദൈവത്തിന് എത്ര ജന്മമുണ്ടാവും? ദൈവത്തിന് എത്ര ജന്മമുണ്ട്? ദൈവത്തിന് ഒരേ ഒരു ജന്മമേ ഉള്ളൂ. ആ ജന്മം ഒരിക്കലും
അഥവാ ജന്മമില്ല, ദൈവത്തിന് ജന്മമില്ല. ദൈവം സൃഷ്ടിക്കപ്പെടാത്തവനാണ്. ആ ദൈവത്തിൻ്റെ അനശ്വരത നമുക്ക് തരുമ്പോൾ പിന്നെ നമ്മൾ മരിക്കുമോ? നമ്മുടെ ഈ ജീവിതം അവസാനിക്കുന്നുണ്ടോ? അവസാനിക്കുന്നില്ലെങ്കിൽ പിന്നെ വീണ്ടും ജന്മം അങ്ങനെ ഉണ്ടാവണേ? ശരീരം എവിടെ അവസാനിക്കണേ? അതാണ് പറഞ്ഞു വരുന്നത്. ശരീരം ജീർണിച്ചു കഴിഞ്ഞിട്ട് ഇതേ ശരീരം തന്നെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പം അത് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എന്തായിട്ടാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? മർത്യ ശരീരമാണോ അമർത്യ ശരീരമാണോ? അമർത്യമായിട്ടാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അമർത്യമായ ആത്മാവും അമർത്യമായ ശരീരവുമുള്ളവനായി മാറുന്നു. അവൾ പറയാണ്, എന്താ നീ പറയണേ? അപ്പം ഇവർ പറയണതൊക്കെ തെറ്റാണോ? 100% തെറ്റാണ്. അതൊരു മിത്താണ്. അത് ഫെയ്ത്ത് പോലും അല്ലത്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സിഖ് പഞ്ചാബി പാഴ്സി ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരും ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ഇവളെ മന്ദം വിട്ടുപോവുകയാണ്. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് നിനക്ക് ഈ മുറിയുടെ അകത്തുനിന്ന് പോകാൻ പറ്റാഞ്ഞത്? കർത്താവിൻ്റെ ചൈതന്യം, കർത്താവിൻ്റെ ആത്മാവ് നിന്നെ ഈ സത്യം, നീയാകുന്ന സത്യം എന്താ? നീ മറ്റൊരു ക്രിസ്തുവാണ്. പക്ഷെ നീ നിൻ്റെ ഈ അറിവില്ലായ്മ കൊണ്ട് ലോകം മുഴുവനും കറങ്ങി പലതും എല്ലാം ചെയ്തു. ഇപ്പോഴത്തെ ഒരു നിമിഷത്തിനകത്ത് ആ അന്ധകാരം മുഴുവനും ഇപ്പോൾ പോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ അവളുടെ തലയിൽ കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചു. അവളവിടെ മുട്ടുകുത്തി, അത് കഴിഞ്ഞിട്ട് അവിടെ തലകുത്തി വീണു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അതിനാ ഈ സ്ലേയിങ് ഇൻ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അത് വീണു എന്ന് പറഞ്ഞാൽ ഒരു പിശാചും ബാധിച്ചിട്ടല്ല വീണത്. ഈ കമ്പ്യൂട്ടറിലൊരു പുതിയ സോഫ്റ്റ്വെയർ നിറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പറയും റീസ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ. അത് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് സെറ്റപ്പ് മാറിയിരിക്കണം എന്ന മാതിരിയാണ്. ഈ പുതിയ ബോധ്യങ്ങളൊക്കെ വന്നു. അത് കഴിഞ്ഞ് അവൾ കുറച്ച് കഴിഞ്ഞ് തല ഉടഞ്ഞ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആകെ ഒരു പുതിയ കാഴ്ചപ്പാട്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ മുഴുവനും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേൾക്കണത്. പുനർജന്മം. എന്ത് ചെയ്യാൻ കർത്താവേ സഹായിക്കണേ. ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള വോയിസാണ് ആ മനുഷ്യൻ്റെ വോയിസ്. ഓക്കെ, സ്വീകരിക്കാം. അതെ, നമ്മളെവിടെ ധ്യാനം നടത്തുമ്പോഴും ഓക്കെ. ഓൾറൈറ്റ്, ഓക്കെ ഓട്ടെ. അപ്പോൾ നമുക്ക് ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ മദാമ്മ പറയുകയാണ്, തോമസ് പോലെ എന്നെ സഹായിക്കണം, എനിക്കിതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. അപ്പം ഞാൻ ഇതേമാതിരി സെമിനാറിന് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യവും നമ്മൾ പഠിക്കുന്ന സ്കൂളുകളും നമ്മളുടെ സുഹൃത്തുക്കളും നമ്മളുടെ ഇവിടെ എല്ലാം ഏറ്റവും പ്രധാനമായ ഒരു തെറ്റായ ബോധ്യം നമുക്കുണ്ടാകാൻ സാധ്യതയുള്ളത് ഇതാണ്. പലരും പ്രസംഗിക്കുമ്പോഴെല്ലാം പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഒരു ജന്മം എന്ന് പറയണ കേട്ടാൽ ഇനി അടുത്ത കുറേ ജന്മമുള്ള മാതിരിയാണ്. ഇനി ഞാൻ വേറൊരു ജന്മം ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു കഴിവുള്ള ആളായിട്ട് അങ്ങനെ പലതും പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മളുടെ വൊക്കാബുലറിയിൽ വരുമ്പോൾ നമ്മളും വിശ്വസിക്കുകയാണ് പുനർജന്മം ഉണ്ട് എന്ന്. ഇവിടെ സഭയുടെ പ്രബോധനം തന്നെ നമുക്ക് കോട്ട് ചെയ്ത് പറയാം, പുനർജന്മം എന്ന ഒന്നില്ല. ഒരുവൻ ഒരിക്കൽ മാത്രമേ, ഒരുവന് ഒരു ജീവിതമേ ഉള്ളൂ. 1013
മരണം ഇത് മരണത്തെക്കുറിച്ചുള്ള പഠനത്തിലാണ്. മരണം മനുഷ്യൻ്റെ ഭൗമിക തീർത്ഥാടനത്തിൻ്റെ അവസാനമാണ്. ദൈവിക പദ്ധതിക്ക് അനുസൃതമായി തൻ്റെ ഭൗമിക ജീവിതം നയിക്കാനും തൻ്റെ പരമമായ ഭാഗധേയത്തെ നിശ്ചയിക്കാനുമായി ദൈവം നൽകുന്ന കൃപാവരത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമയത്തിൻ്റെ അവസാനമാണ് മരണം. ഭൗമിക ജീവിതത്തിൻ്റെ ഒരേ ഒരു യാത്ര പൂർത്തിയായി കഴിയുമ്പോൾ നാം മറ്റ് ഭൗമിക ജീവിതങ്ങളിലേക്ക് തിരിക്കുന്നില്ല. മനുഷ്യൻ ഒരിക്കൽ മരിക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മരണത്തിന് ശേഷം പുനർജന്മമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് ഈ നമ്മുടെ നിത്യജീവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും പുനർജന്മത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിത്യജീവനുള്ള വിശ്വാസത്തിൻ്റെ യാതൊരു അനുഭവം നമുക്കുണ്ടാകില്ലെന്ന് മാത്രമല്ല, അതൊരു സത്യമേ അല്ല. സത്യമല്ല, അതൊരു വിശ്വാസമല്ല, അത് വാസ്തവമല്ല. ഓക്കെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ കടന്നുകൂടിയിരിക്കാവുന്ന തെറ്റായ ധാരണകളെ മാറ്റണമേ. ഞങ്ങളിൽ കടന്നുകൂടിയിരിക്കാവുന്ന തെറ്റായ ധാരണകളെ അകറ്റണമേ പരിശുദ്ധാത്മാവേ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ശരീരത്തിൻ്റെ ഉയർപ്പിലേക്ക് പോവുകയാണ്. എന്താണ് ശരീരത്തിൻ്റെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ? 997 ഈ നമ്പറുകളൊക്കെ കുറിച്ചിട്ടുള്ളൂ. ഞാനിതൊന്നും എൻ്റെ തലയിൽ നിന്നോ മനസ്സിൽ നിന്നോ അല്ല പറയുന്നത്. ഇത് കംപ്ലീറ്റ് സഭയുടെ പ്രബോധനത്തിൽ നിന്നും ആധികാരികമായിട്ട് ഉള്ള സഭയുടെ പ്രബോധനത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഇത് മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മളാരും നമ്മുടെ ആശയങ്ങൾ പഠിപ്പിക്കാനുള്ളതല്ല.